കണ്ടതേ ഉള്ളൂ. രാഹുൽ ചേട്ടന്റെ കയ്യിൽ കൊടുത്തിട്ട് അതിനെക്കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അതിൽ പറഞ്ഞിരിക്കുന്നത് ഈ അതിജീവിതയുടെ പേരും ഐഡന്റിറ്റിയും റിവീൽ ചെയ്തു എന്നുള്ളൊരു ആരോപണമാണ് ഉന്നയിച്ചിട്ടുള്ളത്. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റനിങ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ല, രാഹുൽ ചേട്ടൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വകുപ്പ് എന്ന് പറയുന്നത് ഈ പേരും ഐഡന്റിറ്റി റിവീൽ ചെയ്യാന്ന് പറയുന്നൊരു കാര്യം ചെയ്തിട്ടില്ല. അപ്പൊ അതൊരു കളവാണ്. അങ്ങനെ ഒരു സംഭവം ചെയ്തിട്ടേ ഇല്ല. അതിന് നമുക്ക് ചാനൽ ചർച്ചയിൽ ഉൾപ്പെടെ ഈ പെൺകുട്ടി ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേര് മറ്റു വിശദാംശങ്ങളൊക്കെ പേര് നേരിട്ട് പറഞ്ഞിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഈ പെൺകുട്ടി യുവതിയെ ആളുകൾക്ക് മനസ്സിലാകുന്ന നിലയിലുള്ള ഒരു ഇടപെടലാണ് രാഹുലിന്റെ ഭാഗത്തുനിന്ന്. അല്ല, അപ്പൊ അതെങ്ങനെ നമുക്കൊന്ന് എവിടെയാ നമുക്ക് അത് ഡിഫൈൻ ചെയ്യാൻ പറ്റുക? എന്ത് പറഞ്ഞാലാണ് ആളുകൾക്ക് മനസ്സിലായി? ഇപ്പം എന്നോട് സത്യത്തിൽ ചോദിക്കുകയാണെങ്കിൽ ഈ കുട്ടി വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേര് സത്യമായിട്ടും എനിക്ക് അറിയത്തില്ല. അപ്പൊ ഇത് പറഞ്ഞ എന്നെ പോലുള്ള ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, ചിലർക്ക് മനസ്സിലാവുന്നവരുണ്ടാവും, ഇല്ലാത്തതുണ്ട്. പക്ഷെ പേരോ ഐഡന്റിറ്റിയോ പറഞ്ഞാലല്ലേ കറക്റ്റ് ആയിട്ട് എല്ലാവർക്കും ഒരേ സ്വരത്തിലാണ് ഇന്ന് ആരെ കുറിച്ചാണ് പറയുന്നതെന്നുള്ളത് പറയുള്ളൂ. ബാക്കി എന്ത് പറഞ്ഞാലും ആരെ കുറിച്ച് വേണമെങ്കിലും ആവാലോ. ആ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന പല ആളുകളുണ്ടല്ലോ, ആരെ വേണമെങ്കിലും ആവാലോ. അപ്പം പേരോ ഐഡന്റിറ്റിയോ റിവീൽ ചെയ്യുന്നല്ലേ ഏറ്റവും വലിയ കുറ്റം. അത് ചെയ്തിട്ടില്ലല്ലോ. അല്ല, പേരോ ഐഡന്റിറ്റിയോ എന്നുള്ളതല്ല, ഈ അതിജീവിതയെ തിരിച്ചറിയാൻ സഹായിക്കുന്ന ഒരു വിവരവും പങ്കുവെക്കരുത് എന്നുള്ളതാണ്. അങ്ങനെയല്ലല്ലോ നിയമം. അതിജീവിത ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞു എന്നുള്ളതാണ്. അത് വലിയ കുറ്റമല്ല. ഇതിപ്പോ ഏത് വീഡിയോയിലാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്? ഡയറക്റ്റ് ആയിട്ട് അതിജീവിത വർക്ക് ചെയ്ത സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ എഫ്ഐആറിനകത്ത് പറഞ്ഞിട്ടുള്ള പേരും ഐഡന്റിറ്റിയും റിവീൽ ചെയ്തു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കളവാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ പിന്നെ ഈ ഒരു വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ പേര് പറഞ്ഞോ എന്നുള്ളതും നോക്കേണ്ടിയിരിക്കുന്നു. അത് ഡയറക്റ്റ് ആയിട്ട്, കാരണം നിയമം അറിയുന്ന ആളാണ് രാഹുൽ. രാഹുൽ ചേട്ടനെ കുറിച്ച് മാത്രമല്ല, അഡ്വക്കേറ്റ് സുപ്രീം കോടതിയുടെ അഡ്വക്കേറ്റ് മാമിന് അഗേൻസ്റ്റ് ആയിട്ടും വന്നിട്ടുണ്ട്, സന്ദീപ് ബാനർജിക്ക് അഗേൻസ്റ്റും വന്നിട്ടുണ്ട്. ഇവരെല്ലാവരും നിയമം അറിയുന്ന ആളുകളല്ലേ. അങ്ങനെ പോയി അറസ്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള കമന്റ് അവരും പറയില്ലല്ലോ. അതുകൊണ്ട് അത് നമ്മളൊന്ന് പരിശോധിച്ചിട്ട് വേണം അത് എടുക്കാൻ. സത്യമാണോ എന്നുള്ളത് നമ്മളൊന്ന് നോക്കിയിട്ട് വേണം അതെടുക്കാൻ. ചാനൽ ചർച്ചകളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു യുവതി ഇത്തരത്തിൽ വലിയ ഒരു പീഡനത്തിന് വിധേയമാകുന്നു, അതിന്റെ നിയമ നടപടികൾ മുന്നോട്ട് പോവുകയാണ്. ഈ ഘട്ടത്തിൽ രാഹുൽ നേരിട്ട് ഇടപെട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ രാഹുലിന് ബന്ധമില്ലാത്തൊരു വിഷയത്തിൽ ഇങ്ങനെ ഒരു ഇടപെടൽ എന്തിനാണ്? എങ്ങനെയത് രാഹുലിന് ബന്ധപ്പെട്ട വിഷയമല്ലാതെ ആവുന്നത്? രാഹുൽ ഒരു പുരുഷനല്ലേ. ഇത് ഓരോ പുരുഷന് വേണ്ടി സംസാരിക്കുകയല്ല. അപ്പൊ അതെങ്ങനെ രാഹുൽ ബന്ധപ്പെട്ട വിഷയമല്ലാതാവുന്നത്? കാരണം നാളെ ഞങ്ങൾക്കും 2 ആൺകുട്ടികളാണ്. അപ്പം പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നത് എത്ര കൂളായിട്ടാണ് പീഡനത്തിന് ഇരയായി എന്ന് പറയുന്നത്? ശരിക്കും പീഡനത്തിന് ഇരയായോ എന്നുള്ളത് നമ്മൾ എങ്ങനെ അത് സ്ഥാപിച്ചെടുക്കും? അതിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള എവിഡൻസോ കാര്യങ്ങളോ? അപ്പൊ ഇതിനു വേണ്ടി സംസാരിക്കാൻ ആളുകൾ വേണ്ടേ? ഇവിടെ നിൽക്കുന്ന ഭൂരിപക്ഷം നിങ്ങൾ എല്ലാവരും പുരുഷന്മാരല്ലേ. അപ്പം എങ്ങനെയാ നമുക്ക് അറിയാൻ പറ്റുക? പെൺകുട്ടി പറയുന്നതിനെ കണ്ണടച്ച് വിശ്വസിക്കും. ഞാൻ ഒരു പെൺകുട്ടിയല്ലേ. ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾ പെൺകുട്ടികൾക്ക് തന്നെയാണ് അതിന്റെ പ്രശ്നം. കാരണം യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്ന പെൺകുട്ടികൾ ഇവിടെ ഉണ്ട്. അവരുടെ പരാതികൾക്ക് ഒരു കാമ്പില്ലാതാവുകയാണ് ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങൾ വരുമ്പോൾ. ഇതിൽ കേവലം വ്യാജ ആരോപണങ്ങൾ മാത്രമല്ല, പെൺകുട്ടിയും രാഹുലുമായി സംസാരിക്കുന്ന ഓഡിയോ സന്ദേശങ്ങൾ, അതായത് ശബ്ദ സംഭാഷണങ്ങൾ ഉൾപ്പെടെയുണ്ട്. അത് വെച്ച് തെളിവുകളാണ് ഇതിനകത്ത് ആദ്യം പുറത്തു വരുന്നത്. എങ്ങനെയാണ് ആ പെൺകുട്ടിയെ നിങ്ങൾക്ക് എപ്പോഴും തള്ളിപ്പറയാൻ കഴിയുന്നത്? അല്ല, പെൺകുട്ടിനെ ഒരിക്കലും തള്ളിപ്പറയല്ല. ആ കുട്ടി വ്യാജ ആരോപണങ്ങൾ എന്ന് പറയുമ്പോൾ പെൺകുട്ടിയെ തള്ളിപ്പറയുകയാണ്. അല്ല, ആ പെൺകുട്ടി പറഞ്ഞ പല കാര്യങ്ങളിലും സത്യമല്ലാത്ത കാര്യങ്ങൾ ആ പെൺകുട്ടിയും പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് തെളിവ് സഹിതം രാഹുൽ ചേട്ടന്റെ പോസ്റ്റിൽ തന്നെ ഉണ്ട്. വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുന്നുണ്ട്. ഘട്ടത്തിൽ നമുക്ക് എങ്ങനെയാണ് അതിൽ ഇടപെട്ട് ആ പെൺകുട്ടിയെ കുറ്റക്കാരെ ചിത്രീകരിക്കുന്ന നിലയിലേക്ക് ഒരു അപ്പൊ പിന്നെ അന്വേഷണം നടക്കുന്ന സമയത്ത് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റപ്പെടുത്തി പറയാൻ കഴിയുക? കൃത്യമായ എവിഡൻസ് മാധ്യമങ്ങൾ പുറത്തുവിട്ട്, അപ്പൊ അതുപോലെ തന്നെ എവിഡൻസ് ഈ പെൺകുട്ടി പറയുന്നത് കള്ളമാണെന്നുള്ളത് രാഹുൽ ചേട്ടൻ തന്നെ പറയുന്നില്ലേ പോസ്റ്റില്? അതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാനിപ്പോ പറയുന്നില്ല. അത് രാഹുൽ ചേട്ടനാണ് എടുക്കുന്നത്. അപ്പൊ ഞാൻ എന്തെങ്കിലും പറഞ്ഞത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ ശരിയാവില്ലാണ്ട് രാഹുൽ ചേട്ടന്റെ പോസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അപ്പൊ ഇതിൽ ഇത്രയേ ഉള്ളൂ, ഒരു കാര്യമേ പറയാനുള്ളൂ. പെൺകുട്ടിക്ക് നീതി കിട്ടേണ്ടതാണ്, നീതി കിട്ടണം. പക്ഷെ ഈ പറയുന്ന പോലെ തന്നെ അന്വേഷണം നടക്കുന്ന സമയത്ത് രാഹുൽ നമ്മൾ ആക്ഷേപിക്കുമ്പോൾ അതിനെതിരെ എന്തുകൊണ്ട് ശബ്ദം പൊങ്ങുന്നില്ല? നാളെ ആർക്ക് എതിരെ വേണമെങ്കിലും ഇങ്ങനെ ഒരു പ്രശ്നം വരാലോ, അന്നും സംസാരിക്കും. ഇപ്പം പെൺകുട്ടികൾ മീ ടു പറയുന്നുണ്ട്, അതേപോലെ തന്നെ മെൻ ടു വേണ്ടേ? പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കണ്ടേ? അപ്പം അത്രേ ഉള്ളൂ. എന്താണോ സത്യം അതിനോടൊപ്പം നിൽക്കുക. ഇത്രയും വലിയൊരു വിഷയം ഉണ്ടായിട്ടും താങ്കളൊരു സ്ത്രീ ആയിട്ട് കൂടി താങ്കൾ പുരുഷന്മാരുടെ കൂടെയാണ് നിൽക്കുന്നത്. ആ സ്ത്രീയുടെ അല്ല, അങ്ങനെയല്ല. അത് തെറ്റാണ് പറയുന്നത്. ഞാൻ സത്യം ആരുടെ ഒപ്പമാണോ അവരോടൊപ്പമാണ് നിൽക്കുന്നത്. കാരണം ആരാണോ ഇവിടെ സത്യത്തിൽ ഞാൻ സ്ത്രീകളോടൊപ്പമാണ് നിൽക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ പീഡനം അനുഭവിക്കുന്ന സ്ത്രീകളുടെ പരാതികൾക്ക് അതിന് ഫോക്കസ് ഇല്ലാണ്ട് വരുവാണ്. കാരണം ഇത്തരത്തിലുള്ള ഹൈ പ്രൊഫൈൽ കേസസും ഇതിനകത്ത് കുറെ കളവും ഒക്കെ ചേർത്ത് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ ചേർത്ത് പരാതികൾ വരുമ്പോൾ നാളെ യഥാർത്ഥത്തിലുള്ള സ്ത്രീ കരഞ്ഞുകൊണ്ട് ഒരു മീഡിയയുടെ അടുത്ത് വന്ന് സംസാരിക്കും, നമ്മൾ വിചാരിക്കാം അടുത്ത അതുപോലത്തെ കേസ് വന്നു എന്നൊരു രീതിയിൽ അത് കാണും. അതിന് സഹായം കിട്ടാതെയാവും. ശരിക്കും പറഞ്ഞാൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഇതുപോലെ ഒരു സ്വരം ആവശ്യമാണ്. പക്ഷെ മറ്റ് നേരത്തെ വന്നിട്ടുള്ള ആരോപണങ്ങൾ പോലെ ഇത് കേവലം ഒരു ഓറൽ ആയിട്ടുള്ള ഒരു ആരോപണം മാത്രമല്ല. ഇതിൽ പരാതി പോലും വരുന്നതിന് മുൻപ് വളരെ കൃത്യമായ തെളിവുകളാണ് പുറത്തു വന്നത്.
എങ്ങനെയാണ് നമുക്കതൊരു ആരോപണം മാത്രമായി കാണാൻ കഴിയും? അല്ല, അത് തെളിവുകള് പുറത്ത് വന്നിട്ട് പിന്നെ അതിന് അഗേൻസ്റ്റ് ആയിട്ട് ആ ഒരു അന്വേഷണം എല്ലാം അവസാനിച്ച് രാഹുൽ മാങ്കൂട്ടം കുറ്റക്കാരനാണെന്ന് കോടതി വിധിച്ചോ? ഇല്ലല്ലോ. എന്നെക്കാട്ടും നന്നായിട്ട് നിങ്ങൾക്കറിയാലോ, അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ലല്ലോ. അപ്പൊ നിങ്ങൾ എങ്ങനെ ഒരു സൈഡിലെ എവിഡൻസ് മാത്രം കണ്ടുകൊണ്ട് ഒരു സൈഡ്, അത് നിങ്ങളുടെ ആരും തെറ്റല്ല. നമ്മുടെ സമൂഹം ഇസ് വയേർഡ് ആ രീതിയിൽ. അതായത് സ്ത്രീ ഒരു കാര്യം പറയുമ്പോൾ സ്ത്രീ ഹെൽപ്ലെസ് ആണ്, സ്ത്രീ പറയുന്നത് സത്യമായിരിക്കും എന്ന് വിശ്വസിക്കുക, അത് ശരിയാണ്. പല സ്ത്രീകളും പറയുന്നത് സത്യം തന്നെയാണ്. ആ സ്ത്രീകളോടൊപ്പമാണ് ഞാൻ നിൽക്കുന്നത്. പക്ഷെ നമ്മൾ പുരുഷന്മാരുടെ വേദനയും അവര് മനുഷ്യരല്ലേ, അതിനെ നമ്മൾ അത് എന്തുകൊണ്ടാണ് ചിന്തിക്കുന്നത് വെച്ചാൽ എനിക്ക് 2 ആൺകുട്ടികൾ വളർന്നു വരുന്നത് കൊണ്ട് കൂടിയായിരിക്കും. അതുകൊണ്ട് ഞാൻ സ്ത്രീ വിരോധിയാണെന്ന് ഒരിക്കലും പറയരുത്. എനിക്ക് സ്ത്രീകൾക്ക് നീതി കിട്ടാൻ വേണ്ടി തന്നെയാണ് ഇത്തരത്തിലുള്ള പരാതികൾക്ക് ഇതിന്റെ സത്യം എന്താണെന്ന് നമ്മൾ അറിയണം. അത് പുരുഷന്മാരാണ് അവിടെ ഇന്നസെന്റ് ആയിട്ടുള്ളത്, പുരുഷന്മാരാണെങ്കിൽ അവരോടൊപ്പം തന്നെ നിൽക്കുക, അത്രേ ഉള്ളൂ. ഈ വിഷയത്തിൽ രാഹുൽ ഈശ്വറും അതുപോലെ തന്നെ ദീപയും രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമാണ്, സത്യത്തോടൊപ്പമാണ്. സത്യം പുറത്തു വരട്ടെ.